കോഴിക്കോട് കക്കയത്ത് ആളെക്കൊന്ന കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുവെടി വെക്കാൻ ചീഫ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ വനപാലകരെ ഉൾപ്പെടുത്തുന്നതിനുള്ള എല്ലാ നടപടികളും വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 10 ലക്ഷം രൂപ ഇന്ന് കൈമാറും. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് കോഴിക്കോട് കക്കയം സ്വദേശി എബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. ഗുരുതരാവസ്ഥയിലായ എബ്രഹാമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കക്കയം ഡാം സൈറ്റിനടുത്ത കൃഷിയിടത്തിൽ പണിയെടുക്കവെയാണ് എബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അദ്ദേഹം കൃഷിയിടത്ത് ജോലി ചെയ്യായിരുന്നു. ആ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ പുറകെ ആക്രമിക്കുകയത്. തൊട്ട് താഴെ സ്ത്രീ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നിലവിൽ കേട്ടു, വന്ന് താഴെന്ന് പറഞ്ഞു. നമ്മൾ അന്നേരം ഇറങ്ങിപ്പോയി നോക്കുമ്പോഴാണ് പുള്ളിയുടെ കിടക്കുന്നത്. എടുത്തു. ആക്രമണത്തിൽ നെഞ്ചിലാഴത്തിലുള്ള കുത്തേറ്റാണ് എബ്രഹാം മരിച്ചത്. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റാൻ ശ്രമിക്കവേ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് ജില്ലാ കളക്ടറുടെ ഇടപെടലിലൂടെ പോലീസ് സഹായത്തോടെയാണ് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത്. കൂരാച്ചെണ്ടു ടൗണിൽ കഴിഞ്ഞ ദിവസവും കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ വീട് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M മെഹബൂബ്, CPM ബാലുശ്ശേരി ഏരിയ സെക്രട്ടറി ഇസ്മായിൽ തുടങ്ങിയവർ സന്ദർശിച്ചു. ഷംസുദ്ദീൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.